ഗുജറാത്തിൽ വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ സമ്മതം നിർബന്ധമാക്കുന്നു. നിയമ ഭേദഗതിക്കായി കരട് നിർദ്ദേശം സമർപ്പിച്ചു. വിവാഹ വിവരം വാട്സാപ്പിലൂടെയോ ഔദ്യോഗിക പോർട്ടൽ വഴിയോ മാതാപിതാക്കളെ അറിയിക്കും. രജിസ്ട്രേഷന് മുമ്പ് 30 ദിവസം നിർബന്ധിത കാത്തിരിപ്പുണ്ടാകും. ലവ് ജിഹാദ് തടയാനും യുവതികളുടെ സുരക്ഷ ഉറപ്പാക്കാനുമാണ് നീക്കമെന്നാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ വാദം. ഡി ധൻസുമോദ് വിശദാംശങ്ങൾ നൽകും. സുമോദ്, വിവാഹ രജിസ്ട്രേഷന് മാതാപിതാക്കളുടെ സമ്മതം നിർബന്ധമാക്കുകയാണ്. ഒരു പക്ഷേ വ്യക്തി സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്ന രീതിയിലുള്ള ഒരു നീക്കവും നടപടിയും കൂടിയാണ്. ഇതെപ്പോൾ കരടായി പ്രാബല്യത്തിൽ വരാൻ സാധ്യതയുണ്ട്? എതിർപ്പുകൾ ഉണ്ടാകുമോ? എന്താണ് സാഹചര്യം? ഇപ്പോൾ കരടാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഈ കരട് 30 ദിവസം ജനങ്ങൾക്ക് മുന്നിൽ സമർപ്പിച്ചിരിക്കുകയാണ്. ഈ കരടിൽ ജനങ്ങൾക്കുള്ള അഭിപ്രായം കൂട്ടിച്ചേർക്കലോ അല്ലെങ്കിൽ ഒഴിവാക്കലോ ഉൾപ്പെടെയുള്ളവ സംസ്ഥാന സർക്കാരിനെ അറിയിക്കണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. വിവാഹ രജിസ്ട്രേഷൻ അപേക്ഷിക്കുമ്പോൾ വരന്റെയും വധുവിന്റെയും മാതാപിതാക്കളെ ഔദ്യോഗികമായി അറിയിക്കും. അസിസ്റ്റന്റ് രജിസ്ട്രാർ അപേക്ഷ ലഭിച്ച് 10 പ്രവൃത്തി ദിവസത്തിനുള്ളിൽ വാട്സപ്പ് വഴിയോ മറ്റ് ഇലക്ട്രോണിക് മാർഗങ്ങളിലൂടെയോ മാതാപിതാക്കളെ അറിയിക്കാനാണ് ഇപ്പോൾ ഈ കരടിൽ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിവാഹത്തെക്കുറിച്ച് മാതാപിതാക്കളെ അറിയിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കുന്ന സത്യവാങ്മൂലം അപേക്ഷയോടൊപ്പം സമർപ്പിക്കണം. കൂടാതെ മാതാപിതാക്കളുടെ ആധാർ കാർഡ്, മേൽവിലാസം, ഫോൺ നമ്പർ എന്നിവയും നൽകേണ്ടതുണ്ട്. അപേക്ഷ സമർപ്പിച്ച ശേഷം വിവിധ പരിശോധനകൾ പൂർത്തിയാക്കി ഏകദേശം 30 മുതൽ 40 ദിവസത്തിന് ശേഷമേ വിവാഹ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയുള്ളൂ. വിവാഹത്തിന് സാക്ഷികളായി എത്തുന്നവരുടെ ആധാർ വിവരങ്ങളും ഫോട്ടോയും നിർബന്ധമാക്കണം എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. പ്രണയ വിവാഹങ്ങളുടെയും ധൻസുമോദാണ് വിശദാംശങ്ങൾ നൽകിയത് ദില്ലിയിൽ നിന്ന്.